നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെൻഷൻ, സർവീസ് ഗ്രാറ്റുവിറ്റി, എക്സ് പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളാണ്. ഏവർക്കും സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം. പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി. സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥന് അനുവദിക്കുന്ന മന്ത്ലി പേയ്മെന്റാണ് പെൻഷൻ. എന്നാൽ വിരമിച്ച ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ഒരു ലംസം പേയ്മെന്റാണ്, അതായത് ഒറ്റത്തവണ ലഭിക്കുന്ന ഒരു തുകയാണ് ഗ്രാറ്റുവിറ്റി. ഇവിടെ ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ സർവീസ് ഗ്രാറ്റുവിറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. DCRG അഥവാ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി അല്ല. സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന് പെൻഷനാണോ ഗ്രാറ്റുവിറ്റിയാണോ ലഭിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് സർവീസ് ദൈർഘ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പെൻഷൻ ലഭിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ സർവീസ് ദൈർഘ്യം 10 വർഷമാണ്. അതിൽ കുറവാണ് സർവീസെങ്കിൽ ഗ്രാറ്റുവിറ്റിയാണ് ലഭിക്കുന്നത്. കൈൻഡ്സ് ഓഫ് പെൻഷൻ. പെൻഷൻ 4 വിധത്തിലുണ്ട്: കോമ്പൻസേഷൻ പെൻഷൻ, ഇൻവാലിഡ് പെൻഷൻ, സൂപ്പറാനുവേഷൻ പെൻഷൻ ആൻഡ് റിട്ടയറിംഗ് പെൻഷൻ. കോമ്പൻസേഷൻ പെൻഷൻ. Compensation pension is awarded to an officer whose post is abolished and he prefers to discharge from service instead of accepting another post. ഉദ്യോഗസ്ഥന്റെ പോസ്റ്റ് നിർത്തലാക്കിയാൽ മറ്റൊരു പോസ്റ്റ് സ്വീകരിക്കാൻ തയ്യാറാകാതെ ഉദ്യോഗസ്ഥൻ പിരിഞ്ഞു പോകാൻ താൽപ്പര്യപ്പെട്ടാൽ അനുവദിക്കുന്ന പെൻഷനാണ് കോമ്പൻസേഷൻ പെൻഷൻ. ഉദ്യോഗസ്ഥന്റെ സർവീസ് 10 വർഷത്തിൽ കുറവാണെങ്കിൽ കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റിയാണ് ലഭിക്കുന്നത്. സർവീസ് ഗ്രാറ്റുവിറ്റി 3 വിധത്തിലുണ്ട്: കോമ്പൻസേഷൻ ഗ്രാറ്റുവിറ്റി, ഇൻവാലിഡ് ഗ്രാറ്റുവിറ്റി ആൻഡ് സൂപ്പറാനുവേഷൻ ഗ്രാറ്റുവിറ്റി. ഇൻവാലിഡ് പെൻഷൻ. റൂൾ 42-43. ഇൻവാലിഡ് പെൻഷൻ ഈസ് awarded to an officer who retired from service on account of contagious disease or physical or mental disability which is permanently incapacitated for the public service. പാർശ്വവ്യാധിയോ ശാരീരികമോ മാനസികമോ ആയ വൈകല്യം മൂലമോ പൊതുസേവനത്തിന് കഴിയുന്നില്ലെന്ന് മെഡിക്കൽ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥന് അനുവദിക്കുന്ന പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ 55 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് ഇൻവാലിഡ് പെൻഷന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. സർവീസ് 10 വർഷത്തിൽ കുറവാണെങ്കിൽ ഇൻവാലിഡ് ഗ്രാറ്റുവിറ്റിയാണ് ലഭിക്കുന്നത്. ഇൻവാലിഡ് പെൻഷൻകാർക്ക് 5 വർഷത്തെ വെയിറ്റേജ് അനുവദിക്കുന്നതാണ്. എന്നാൽ വെയിറ്റേജും ക്വാളിഫയിങ് സർവീസും കൂട്ടിയാൽ 30 വർഷത്തിൽ കൂടാൻ പാടില്ല. സൂപ്പറാനുവേഷൻ ഏജ് അറ്റ് ദ ഡേറ്റ് ഓഫ് ഇൻവാലിഡേഷൻ തമ്മിലുള്ള വ്യത്യാസത്തിൽ കൂടാൻ പാടില്ല വെയിറ്റേജ്. ഇൻവാലിഡ് പെൻഷന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകപ്പാസിറ്റി ഫോർ ഫർദർ സർവീസ് സബ്മിറ്റ് ചെയ്താൽ ആ ജീവനക്കാരനെ തീരുമാനമെടുക്കുന്നവരെ ഡ്യൂട്ടിയിൽ റീറ്റെയിൻ ചെയ്യരുത്. എന്നാൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ കാര്യത്തിൽ ലൈറ്റ് വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ പെൻഷൻ സാങ്ഷൻ ആകുന്നതുവരെ സർവീസിൽ റീറ്റെയിൻ ചെയ്യാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തീയതി വരെ മാത്രമേ സർവീസ് കണക്കാക്കുകയുള്ളൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ശേഷമുള്ള സർവീസ് പെൻഷൻ കണക്കാക്കുകയില്ല. ഡ്യൂട്ടിയിലോ ഏൺഡ് ലീവിലോ ഇരിക്കുമ്പോൾ ഇൻവാലിഡ് പെൻഷന് വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ആയിരിക്കും സർവീസിലെ ലാസ്റ്റ് ഡേ. ഏൺഡ് ലീവ് അല്ലാത്ത ലീവിലായിരിക്കുമ്പോൾ ഇൻവാലിഡ് പെൻഷന് വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ അനുവദിച്ച ലീവിന്റെ ലാസ്റ്റ് ഡേ ആയിരിക്കും ലാസ്റ്റ് ഡേ ഇൻ സർവീസ്. സൂപ്പറാനുവേഷൻ പെൻഷൻ.
സൂപ്പറാനുവേഷൻ പെൻഷനെ കമ്പൽസറി റിട്ടയർമെന്റ് എന്നും വിളിക്കും. KSR പാർട്ട് 1 റൂള് 60 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. സൂപ്പറാനുവേഷൻ പെൻഷൻ is granted to an officer who is compelled by rule to retire at a particular age. റൂള് 60 പ്രകാരം ഒരു നിശ്ചിത വയസ്സിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് അനുവദിക്കുന്ന പെൻഷനാണ് സൂപ്പറാനുവേഷൻ പെൻഷൻ. നിലവിലുള്ള സൂപ്പറാനുവേഷൻ ഏജ് 56 വർഷമാണ്. സർവീസ് 10 വർഷത്തിൽ കുറഞ്ഞാൽ സൂപ്പറാനുവേഷൻ ഗ്രാറ്റുവിറ്റി ആയിരിക്കും ലഭിക്കുന്നത്. റിട്ടയറിംഗ് പെൻഷൻ അഥവാ വോളണ്ടറി റിട്ടയർമെന്റ്. റിട്ടയറിംഗ് പെൻഷൻ ഈസ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ who retires voluntarily after 20 years of qualifying service. 20 വർഷത്തെ ക്വാളിഫയിങ് സർവീസിന് ശേഷം ഒരു ഉദ്യോഗസ്ഥൻ സ്വയം സർവീസിൽ നിന്ന് വിരമിച്ചാൽ അനുവദിക്കുന്ന പെൻഷനാണ് റിട്ടയറിംഗ് പെൻഷൻ. കണ്ടീഷൻസ് ഫോർ റിട്ടയറിംഗ് പെൻഷൻ. റിട്ടയറിംഗ് പെൻഷനെ അപേക്ഷിക്കുന്ന ഉദ്യോഗസ്ഥൻ റൗണ്ടിംഗ് ഇല്ലാതെ തന്നെ 20 വർഷത്തെ ക്വാളിഫയിങ് സർവീസ് പൂർത്തിയാക്കിയിരിക്കണം. സ്വയം വിരമിക്കാൻ ഉദ്ദേശിച്ച തീയതിക്ക് കുറഞ്ഞത് 3 മാസം മുമ്പ് അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അപേക്ഷ നിരസിച്ചില്ലെങ്കിൽ ഉദ്ദേശിച്ച തീയതിക്ക് തന്നെ പെൻഷനാകാൻ കഴിയും. വോളണ്ടറി റിട്ടയർമെന്റുകാർക്ക് പരമാവധി 5 വർഷത്തെ വെയിറ്റേജ് നിബന്ധനകൾക്ക് വിധേയമായി അനുവദിക്കുന്നുണ്ട്. നിബന്ധനകൾ: ക്വാളിഫയിങ് സർവീസും വെയിറ്റേജും കൂട്ടിയാൽ 33 വർഷത്തിൽ കൂടാൻ പാടില്ല. റിട്ടയർമെന്റ് ഡേറ്റും വോളണ്ടറി റിട്ടയർമെന്റ് ഡേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ കൂടാൻ പാടില്ല വെയിറ്റേജ്. ഫ്രാക്ഷൻ 6 മാസമോ അതിൽ കൂടുതലോ വന്നാൽ 1 വർഷമായി റൗണ്ട് ചെയ്യാം. 6 മാസത്തിൽ കുറവാണെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിൽ നോഷണൽ പേ ഫിക്സേഷൻ അനുവദിക്കില്ല. അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ പെർമിഷൻ ലഭിച്ചാൽ മാത്രമേ പെൻഷൻ പ്രാബല്യത്തിൽ വരികയുള്ളൂ. ലീവ് നോട്ട് ലീവിൽ ആയിരിക്കുമ്പോൾ റിട്ടയർമെന്റ് ലഭിച്ചാൽ ലീവിന്റെ ആരംഭത്തിൽ തന്നെ റിട്ടയർമെന്റ് പ്രാബല്യത്തിൽ വരുന്നതാണ്. അച്ചടക്ക നടപടികൾ തുടരുന്ന കേസുകൾ ഒഴികെ മറ്റെല്ലാ കേസുകളിലും വോളണ്ടറി റിട്ടയർമെന്റ് അനുവദിക്കുന്നതാണ്. റൂൾ 58 അപ്പൻഡിക്സ് 12, 12C പ്രകാരം ലീവ് വിത്തൗട്ട് അലവൻസിൽ ആയിരിക്കുമ്പോഴും ഡ്യൂട്ടിയിൽ റീജോയിൻ ചെയ്യാതെ വോളണ്ടറി റിട്ടയർമെന്റ് അനുവദിക്കുന്നതാണ്. എക്സ് ഗ്രേഷ്യ പെൻഷൻ 1/10/1999 മുതലാണ് ഈ പദ്ധതി നടപ്പിൽ വന്നത്. സൂപ്പറാനുവേഷൻ പെൻഷൻ ആകുന്ന 10 വർഷത്തിൽ കുറഞ്ഞ ക്വാളിഫയിങ് സർവീസുള്ള ജീവനക്കാർക്ക്, അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് ആശ്വാസമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് എക്സ് ഗ്രേഷ്യ പെൻഷൻ. അപ്പൻഡിക്സ് 12, 12C പ്രകാരം ലീവ് വിത്തൗട്ട് അലവൻസ് അനുഭവിച്ചതുമൂലം മിനിമം പെൻഷൻ അർഹത നഷ്ടപ്പെട്ടവർക്ക് എക്സ് ഗ്രേഷ്യ പെൻഷന് അർഹതയില്ല. സർവീസ് പെൻഷൻ അപേക്ഷിക്കുന്ന പോലെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ എക്സ് ഗ്രേഷ്യ പെൻഷന് അപേക്ഷിക്കണം. നിലവിലുള്ള ചട്ടപ്രകാരം DCRGക്കും അർഹതയുണ്ട്. ഈ സ്കീം ഓപ്ഷണലാണ്. അർഹതയുള്ളവർക്ക് എക്സ് ഗ്രേഷ്യ പെൻഷൻ ഓപ്റ്റ് ചെയ്യാം. അവർക്ക് സർവീസ് ഗ്രാറ്റുവിറ്റിക്കും ഡിയർനെസ് റിലീഫിനും അർഹതയില്ല. എക്സ് ഗ്രേഷ്യ ഫാമിലി പെൻഷൻ. ഈ പദ്ധതി 2014 പെൻഷൻ റിവിഷനോടുകൂടിയാണ് അവതരിപ്പിച്ചത്.
എക്സ്ഗ്രേഷ്യ ഫാമിലി പെൻഷന് സ്പൗസിന് മാത്രമേ അനുവദിക്കുകയുള്ളൂ. റീമാരേജ് വരെയോ ഡെത്ത് വരെയോ പെൻഷൻ ലഭിക്കും. ഡിയർനെസ് റിലീഫിനും അർഹതയുണ്ട്. എക്സ്ഗ്രേഷ്യ പെൻഷന്റെയും ഫാമിലി പെൻഷന്റെയും നിരക്കുകളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. 2014-ലെയും 2019-ലെയും നിരക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.